കരക്കോട ചമരലർകളിൽ മഹാപ്രപഞ്ചമപൊങ്കും കതിച്ചിട്ട് അപ്പോർക്കളത്ത് തപ്പോട് കുതിരകളപ്പോർക്കളത്ത് തപ്പോട് കുതിരകൾ കൃഷ്ണവർണ്ണ മുടലിടപടിവ് അടലിടെങ്കും പുഷ്കാരത്ത് പത്രേടകൾക്ക് കൊക്കവി തെളിവൊളി ഹമലയിൽ തുടരുകൾ പള പള താനെ ബിന്ദും ഹമലയിൽ തുടരു. ഹായ് എവ്രിവൺ, എല്ലാവർക്കും റംദാൻ മുബാറക്. എല്ലാവർക്കും ഈ വർഷത്തെ റംദാന് ഏറ്റവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ. അപ്പോൾ ഒരു റംദാൻ വ്ലോഗെങ്കിലും എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലായതുകൊണ്ട് അതൊന്ന് ഭയങ്കര മടിയും. നാളാവട്ടെ എന്ന് വിചാരിച്ച് പിന്നെ വീഡിയോ എടുക്കലും പിന്നെ അത് എഡിറ്റ് ചെയ്യലും ഒക്കെ ഭയങ്കര ചടങ്ങായ കാരണം പിന്നെ അത് മാറ്റി വെച്ച് പിന്നെ അറ്റ് ലാസ്റ്റ് ഇന്ന് ഇട്ട്. അത്താഴത്തിന് ഞാൻ കഴിക്കുന്നത് ഫ്രൂട്ട്സാണ്. സോ അന്നേരം കിച്ചണിൽ വന്ന് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിഷ്ടം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ റോ വെജിറ്റബിൾസോ കഴിക്കുന്നതാണ്. അതിന് അത്താഴത്തിനായാലും അല്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് കഴിക്കൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജ്യൂസ് ആയിട്ട് കുടിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ റോ ആയിട്ട് കഴിക്കുന്നതാണ്. പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സും കൂടെ ആയത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്താഴത്തിന് ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഡേറ്റ്സോ അല്ലെങ്കിൽ മിൽക്കോ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തോ നല്ല ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കും ഡേ ഫുള്ള്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് തന്നെ ആദ്യം കഴിക്കുന്നത് അത്താഴത്തിന്. അപ്പോൾ ഇപ്രാവശ്യത്തെ 10 നോമ്പിനെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഫുൾ നോമ്പ് ഉണ്ടായി. കാരണം കുറച്ച് വെക്കേഷൻ ലീവും കുറച്ച് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ലീവിലും ഞാനിവിടെ നിന്ന്. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ പോയത്. അതുകൊണ്ട് തന്നെ നോമ്പ് തുറന്നിട്ട് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഫുഡും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ഞാനിങ്ങനെ കുടിച്ച് വയറ് നിറക്കും. കാരണം അവിടെ പോയി കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ടെൻഷൻ ഇപ്പം തന്നെ എൻ്റെ തലയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവിടെ പോയാൽ ഒരു ഐഡിയ ഇല്ല എന്താ നോമ്പ് തുറന്നാൽ കഴിക്കുക, എന്താ ഉണ്ടാവുക. അവിടെ നോർമലി ഉണ്ടാവുന്ന ഫുഡ് ഉണ്ടാവും, അല്ലാണ്ട് ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവിടെ. സുഹൃത്ത് ടൈം കഴിഞ്ഞിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങി. എണീക്കുന്നത് ഒരു 9 മണി 9:30 ആ സമയത്താണ്. എണീച്ച പാടെ പോയിട്ട് ഫ്രഷ് ആവും. കാരണം നോമ്പായത് കാരണമാണ് നേരത്തെ കുളിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ലേറ്റാണ്, എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് നേരത്തെ എണീച്ച് ഫ്രഷ് ആവും. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇന്ന് താടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. താടിയിട്ട് കുളിക്കുമ്പോൾ തണുപ്പ് കിട്ടുമെന്ന് വിചാരിച്ച്. കാരണം ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഞാൻ താടിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഫ്രഷായി വന്നു. അങ്ങനെ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഒന്ന് ഓതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് കിടന്നുറങ്ങും. പിന്നെ അസ്ർ നിസ്കാരത്തിന് എണീക്കും. അസ്ർ നിസ്കാരത്തിൻ്റെ ശേഷമാണ് നമ്മൾ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങുക. അപ്പോൾ ഇന്ന് ഞാൻ ഉമ്മാടുത്ത് പറഞ്ഞ് പത്തിരി ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ പറഞ്ഞാണ്. എനിക്കറിയില്ല, ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടില്ല. പത്തിരി ചുടാനൊക്കെ ഉമ്മനെ ഹെൽപ്പ് ചെയ്യുന്നതല്ലാണ്ട് പത്തിരി ഞാനിങ്ങനെ ഈ മാവെല്ലാം കുഴച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉമ്മ എനിക്ക് മാവ് ഇങ്ങനെ കുഴച്ച് തന്ന് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ മിക്സാക്കി തന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ബാക്കി സിമ്പിളായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ഉമ്മമ്മൊക്കെ എപ്പോഴും പറയലുണ്ട് പത്തിരിയാണ് എളുപ്പം. അപ്പോൾ പത്തിരിയാണ് ഉമ്മാൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയ്ക്ക് എളുപ്പമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുമ്പോൾ തൊട്ടത്. പക്ഷേ തൊട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല. കാരണം ഏത് ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഉമ്മമ്മക്ക് ഇത്രയും എളുപ്പമായിട്ട് തോന്നിയെന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്ത്. അപ്പോൾ ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നി. ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നതിന് കൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ ഞാനത് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൈ ഭയങ്കര ഒട്ടിപ്പിടുത്തം. അപ്പോൾ എനിക്കങ്ങനെ ഡൗട്ടായി. കാരണം എണ്ണയോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ പിടിക്കണമല്ലോ എന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാൻ അനിയത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്നത് ശരി തന്നെയാണോ എന്ന്. കാരണം ഓൾ കല്യാണം കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഓളുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഓൾ പറഞ്ഞ് അതിനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെയാണ് കുഴക്കാമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഉമ്മ പറയുന്നത് എണ്ണ യൂസ് ചെയ്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് വേണം അത് കുഴക്കാൻ വേണ്ടി. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ മനസ്സിലായത്. എനിക്ക് ഈ പത്തിരിപ്പണി അധികം വശമില്ലെങ്കിലും
ഈ ചിക്കനിലൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കില്ലേ, അതൊക്കെ എനിക്കറിയാം. എന്തെങ്കിലുമൊക്കെ പൊടികളും മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ തട്ടിക്കൂട്ടി സംഭവം റെഡിയാക്കും. പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ ഇയേഴ്സായിട്ട് അവിടെ നിന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഉപ്പിടാൻ പോലും മറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ടേസ്റ്റേ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കുറേ ദിവസം കിട്ടിയ കാരണം പിന്നെ അതിങ്ങനെ റെഡിയായി വന്ന് ഇപ്പം ഉണ്ടാക്കുന്ന ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. വീട്ടിൽ 2-3 ആളുള്ളതിനെ കൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് തീരും. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഫ്രൈ ചെയ്യാനോ ഇല്ലെങ്കിൽ പത്തിരി ചുടാനോ ഒക്കെ എൻ്റെ സിസ്റ്റർ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉമ്മ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മളെ പണി തീരും. അപ്പോൾ അസുരന് തുടങ്ങിയാൽ മതി, പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളെല്ലാം സെറ്റാവും. കാരണം പെട്ടെന്ന് തീരും കുറേ ആൾക്കാർ ഉണ്ടായതിനെ കൊണ്ട്. പിന്നെ എനിക്കിങ്ങനെ എളുപ്പപ്പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇപ്പോൾ ഉമ്മ ആണെങ്കിൽ ഈ ചിക്കൻ ഇങ്ങനെ കഴുകി തരും, പിന്നെ അതിൽ പൊടികളൊക്കെ ഇടും. അതിന് വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും, അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഈ സമൂസൻ്റെ കാര്യം. കൂട്ടെല്ലാം സിസ്റ്റർ തന്നെയാണ് ഉണ്ടാക്കി തന്നത്. എനിക്ക് പിന്നെ മടക്കേണ്ട പണിയല്ലേ ഉള്ളൂ, പിന്നെ ഫ്രൈ ചെയ്യുന്ന ഓളം ചെയ്യുന്നു. സമൂസ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനിങ്ങനെ റീൽസ് കണ്ടപ്പോൾ അതിലിങ്ങനെ കണ്ട് മൈദമാവിൻ്റെ ആവശ്യമില്ല അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം മതിയെന്ന്, ചൂടുള്ള വെള്ളമോ പച്ചവെള്ളമോ അങ്ങനെ എന്തോ മതിയെന്ന് കേട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ ഡെയിലി ഒരു പൊരിച്ച കടിയും പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കുറേ ഉണ്ടാവും, പിന്നെ ജ്യൂസ് ഐറ്റംസും ഒരു 2 തരം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ നോമ്പ് തുറക്കൽ. കാരണം ഈ എണ്ണക്കടികളൊന്നും അധികം കഴിക്കുന്നത് നല്ലതല്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഓയിലി ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ ആ സമയത്ത് കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതാണെന്ന്. പക്ഷേ അതാണ് ഏറ്റവും നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ളത്. കാരണം നമ്മൾ അത്രയും സമയം ഒന്നും കഴിക്കാണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഓയില് കഴിക്കുമ്പോൾ അത് ഭയങ്കര അൺഹെൽത്തിയാണ് ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചൂടുള്ള വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വീട്ടിൽ ഉമ്മ കുറേ കൂടെ ഹെൽത്ത് നോക്കുന്ന ആയതുകൊണ്ട് തന്നെ ഉമ്മ നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ വീട്ടിൽ ആദ്യം എല്ലാവരും തണുത്ത വെള്ളത്തിനേക്കാളും തണുത്ത വെള്ളം മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് ചൂടുള്ള വെള്ളവും ഫ്രൂട്ട്സും ഈത്തപ്പഴമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റാണ് ഈ ഒരു സംഭവം കഴിക്കുക. ഇതാണെങ്കിലും ഒരാൾക്ക് 2 വെച്ച് അങ്ങനെയൊക്കെയാണ് വീട്ടിൽ ഉണ്ടാക്കൽ. പിന്നെ നമ്മളെല്ലാവരും തന്നെ ഫ്രൂട്ട്സ് ജ്യൂസൊക്കെ ഇഷ്ടമുള്ളതിനെ കൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പം മുതലേ ഉമ്മ നമ്മൾ അങ്ങനെ ശീലമാക്കി, ഫ്രൂട്ട്സ് നല്ല വെജിറ്റബിൾസൊക്കെ കഴിപ്പിച്ചിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വിഷയമൊന്നുമില്ല. ഞാൻ വീട്ടിലുള്ളപ്പോൾ ഞാൻ തന്നെയാണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കലും. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര നീറ്റായിട്ട് ഉള്ള പ്ലേറ്റ്സിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും ഫ്രൂട്ട്സ് നല്ല രീതിയിൽ കട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പുതിയ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കും. നമ്മളില്ലെങ്കിലും അങ്ങനത്തെ പ്ലേറ്റ്സിൽ തന്നെയാണ് വെക്കൽ. കാരണം അത് കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ. പിന്നെ ഇതാ ഈ യെല്ലോ ബത്തക്ക ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഭയങ്കര അടിപൊളി സാധനമോ അത്. മറ്റേ റെഡ് ബത്തക്കേനേക്കാളും ഭയങ്കര മധുരവും, അതിൽ മധുരം ഇടേണ്ട ആവശ്യമേ ഇല്ല, അത്രയും മധുരമാണ് അതിൽ. വെറുതെ കഴിക്കാനും പിന്നെ അതുപോലെ തന്നെ ജ്യൂസായിട്ട് കഴിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര മധുരമാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ തൊലിയില്ല, അതിന് തീരെ കട്ടിയില്ല. അപ്പോൾ കട്ട് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. നല്ല സുഖമുണ്ടായി അത് കട്ട് ചെയ്തെടുക്കാനൊക്കെ. പിന്നെ ഇതിൻ്റെ ജ്യൂസാണ് ഉണ്ടായത്. പിന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ നമ്മൾ വെള്ളമായിട്ട് വെക്കുന്നത് മിൻറ്റ് വാട്ടറാണ്. മിൻറ്റും പിന്നെ അതുപോലെ തന്നെ ലെമണും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു വെള്ളം ഉണ്ടാക്കും. അതാണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം മിൻറ്റ് അറിയാമല്ലോ ഭയങ്കര റീഫ്രഷ്മെൻറ്റ് വാട്ടറാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ ആ ഒരു കളറും ഒക്കെ അടിപൊളിയാണ് കേട്ടോ മിൻറ്റ് വാട്ടർ. എനിക്ക് അതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എന്നും ഉണ്ടാവും വീട്ടിൽ. പിന്നെ ജ്യൂസാണ് എന്നും ഡെയിലി ഇങ്ങനെ മാറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇഫ്താർ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അതും വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.